പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ചികിത്സ നിഷേധിച്ചതായി പരാതി. തെന്മല ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളിയായ ഒറ്റക്കൽ എഴുത്തിൽ പുത്തൻ വീട്ടിൽ ജി അനിൽകുമാറിനാണ് ചികിത്സ നിഷേധിച്ചത്. തൊഴിലുറപ്പ് ജോലിക്കിടെ ഇടതുകൈക്ക് പരിക്കേറ്റ ഇയാളെ 1 മണിയോടെയാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ ഓർത്തോ വിഭാഗം ഡോക്ടർ ആശുപത്രിയിലുള്ളതിനാൽ ഉടൻ തന്നെ അദ്ദേഹത്തെ കാണിക്കുവാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. ഓർത്തോ ഡോക്ടറെ ക്വാർട്ടേഴ്സിലെത്തി കാണാൻ ശ്രമിച്ചപ്പോൾ പരിശോധിക്കാൻ കൂടി തയ്യാറാകാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. ഡ്യൂട്ടി സമയം കഴിഞ്ഞ് പരിശോധന നടത്തില്ലെന്നായിരുന്നു ഡോക്ടറുടെ ന്യായം. പ്രാഥമിക ചികിത്സ നൽകാൻ കൂടി ഡോക്ടർ തയ്യാറായില്ലെന്നും 2 മണിക്കൂറോളം ചികിത്സ കിട്ടാതെ ആശുപത്രിയിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നതായും അനിൽകുമാർ പറയുന്നു. അവിടെ കണ്ടപ്പോൾ ഡോക്ടർ നോക്കുക പോലും ചെയ്യാതെ ഇവിടെ പറ്റുന്ന നേരം മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. നമുക്കിത് എന്താണെന്നുള്ളത് നോക്കിയെങ്കിലേ മെഡിക്കൽ കോളേജ് പല ഇവിടെ എഴുതി തരണം മെഡിക്കൽ കോളേജ് പോകാൻ വേണ്ടിയിട്ട്. അതും ചെയ്തിട്ടില്ല. അതെന്താണ് കാരണം എന്നുള്ളത് അറിഞ്ഞാൽ മതി. ഡോക്ടർ പറഞ്ഞ മെഡിക്കൽ കോളേജിൽ പോക്കണം. സുനിലെത്തി ഒന്നും ചെയ്തിട്ടില്ല. അതാണ് നമുക്ക് ഫസ്റ്റ് ഡിഗ്രിയുടെ കണ്ടറിയാമല്ലോ. സംഭവം അറിഞ്ഞ് വിവിധ രാഷ്ട്രീയ നേതാക്കൾ ആശുപത്രിയിലെത്തി പ്രശ്നത്തിൽ ഇടപെട്ടു. നോക്കാതെ പോലും പിന്നെ താഴെ ഓർത്തോടെ വിഭാഗം കൊല്ലെത്തി പറഞ്ഞാൽ അദ്ദേഹത്തെ കാണാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പയ്യ ഇറങ്ങിയിട്ടൊന്നും പറയാം, നിങ്ങൾ നേരെ മെഡിക്കൽ പോകും, ഡോക്ടർ നോക്കാൻ സമയമില്ല, ഇതിവിടെ നോക്കുന്ന ഒരു രീതിയല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുത്തെ ജനപ്രതിനിധികളായ MLA രാജ് സാർ വിളിച്ച് അങ്ങനെ ഇതിൻ്റെ സൂപ്രണ്ട് വന്ന് സംസാരിച്ച് എന്നിട്ട് പോലും ഒരു ഡോക്ടർ പോലും വന്ന് ഇതിൽ നോക്കിയിട്ടില്ല. അന്നേരം ഞങ്ങൾക്ക് മെഡിക്കൽ പോകണമെങ്കിൽ കണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് എഴുതാതെ എങ്ങനെ മെഡിക്കൽ പോകുന്നത്? ഒരു മെഡിക്കൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മെഡിക്കൽ പോകണത് എങ്ങനെ കൊണ്ട് കാണിക്കും എന്നും കൂടെ ഒന്ന് പറയണം. ഇതാണ് ഇവിടുത്തെ സ്ഥിരം പല്ലവി. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജി ജയപ്രകാശ്, BMS നേതാവ് ബൈജു, ഡിവൈഎഫ്ഐ പുനലൂർ ഏരിയ കമ്മിറ്റി അംഗം സന്തോഷ് കുമാർ എന്നിവർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷെയുമായി ചർച്ച നടത്തി. ചർച്ചയെ തുടർന്ന് ഓർത്തോ ഡോക്ടറുമായി സൂപ്രണ്ട് ഫോണിൽ ബന്ധപ്പെട്ടു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി. പരിക്കേറ്റ തൊഴിലാളിക്ക് താലൂക്ക് ആശുപത്രിയിൽ തന്നെ ചികിത്സ നൽകാമെന്ന സൂപ്രണ്ടിന്റെ ഉറപ്പിന്മേൽ പ്രശ്നം ഒത്തുതീർപ്പിലെത്തി. ലൈവ് വാർത്ത പുനലൂർ.